ഒരേ കാര്യങ്ങൾ ചെയ്യുന്തോറും നമ്മൾ ചെയ്ത് സിനിമ ഇങ്ങനെ ഇറങ്ങാറായിട്ട് നിൽക്കുന്ന ഒരു സമയം പെട്ടെന്ന് സിനിമയ്ക്ക് ഒരു പ്രതിസന്ധി വന്നു. എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടാവും. ആ ഒരു ഡൗൺ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്കുണ്ടായത്? ഒന്നുമില്ല, അത് പൃഥ്വിരാജിൻ്റെ ഒരു വാക്കൊക്കെ കേട്ടോ. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ സിനിമ ഇറക്കും, അതിൽ നമ്മൾ വീഴും. ഞാൻ വീണു. അതിനകത്തൊരു ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായിരുന്നു. അത് രാജു പറഞ്ഞു ഒരു കുഴപ്പമില്ല, എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ സിനിമ ഇറക്കും. അപ്പോൾ ആദ്യം ഒരു 5-ാം തീയതി മാർച്ച് 5-ന് ഇത് ട്രെയിലർ ലോഞ്ച് ബോംബെയിൽ ചെയ്യണം, ഐമാക്സിൽ ചെയ്യണമെന്നായിരുന്നു. ഞങ്ങൾ അതിനൊന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു 4 ആയപ്പോഴാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. അങ്ങനെ ഇതിൻ്റെ മറ്റു പരിപാടികളിലേക്ക് അവർ കടന്നു, ചർച്ച നടന്നു. അങ്ങനെ അപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് തന്നെ ഏകദേശം ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെ. പിന്നെ അതും കഴിഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോഴാണ് ഇവരുടെയൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്, ഗൂഗിളും സാറൊക്കെ. ആദ്യം കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ എത്ര വർഷമായിട്ട് ആലോചിച്ചിട്ട്, എത്ര വർഷമായിട്ട് ഡ്രീം ചെയ്ത് കൊണ്ട് നടക്കും, എത്ര കഷ്ടപ്പെട്ടത് അതിനകത്ത്. സ്വാഭാവികമായിട്ട് അത് അയ്യോ ഒന്ന് ബ്ലോക്ക് ആകും എന്ന് പറയുമ്പോൾ അയ്യോ നമ്മുടെ കൊച്ച് എന്നല്ലേ. അതെ അതാണ് ആ ഒരു പെയിൻ എല്ലാവർക്കും കിട്ടുന്ന പോലെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ആ കാര്യങ്ങൾ ചോദിച്ചത്. നിങ്ങൾ എല്ലാവരും അതിന്റെ പിന്നിൽ എത്ര വർഷത്തെ യാത്രയാണ്, പെട്ടെന്ന് ഒരു ഷോക്കാണല്ലോ. ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷെ അതിനകത്ത് രാജുവിനെ വിളിക്കുമ്പോൾ ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ഫസ്റ്റ് മെസ്സേജിൽ പുള്ളി പറഞ്ഞു നത്തിങ് എൽസ്, ഇവിടെ നമ്മൾ സിനിമ റിലീസ് ചെയ്യും, കുറച്ച് മറ്റു കാര്യങ്ങൾ കുറച്ച് ഡിലേ ഉണ്ടെന്നുണ്ട്, ഡെഫിനറ്റ്ലി വേറെ ഒന്നും നോക്കണ്ട, ബാക്കി പണികൾ നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പം തേർഡ് പാർട്ടി കൊണ്ടുവച്ചോക്കാണ്, അതിന് നമുക്ക് പരസ്യമായിട്ട് പറയാം, നേരത്തെ പ്രഖ്യാപിച്ചാണ്. പക്ഷെ അതിലേക്ക് കൊണ്ടുവച്ചിരിക്കുന്നു. അത് ആരിലേക്കാണ് പോകണമെന്നൊക്കെ പ്രേക്ഷകർ കാണണം. കണ്ടവർക്കറിയാം, കാണാത്തവർ കാണാം, അതുകൊണ്ടൊന്നും പറയുന്നില്ല. അത് കുറെ ഭാവമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നത്തേക്ക് തുടങ്ങാനൊക്കെ പ്ലാൻ ഉണ്ടെന്ന് പോലെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ ഒന്ന് ആദ്യം അതിനൊരു ഫ്രെയിം ഉണ്ടാകണം, അതിനകത്ത് അവർ രണ്ടുപേരും സംസാരിക്കണം, സംസാരിച്ചിട്ട് അതിൻ്റെ തീരുമാനം ഉണ്ടാകണം. അങ്ങനെ കുറേ ഏരിയ ഇല്ല. അതിന് ഇറ്റ് വിൽ ടേക്ക് അറ്റ്ലീസ്റ്റ് 6 to 1 year I think. അത്രയും സമയം എടുക്കും, ഉറപ്പായിട്ട് എടുക്കും. ഇനി പിന്നെ അല്ലേ, മിനിമം എടുക്കും, ബാക്കി അറിയില്ല. മിനിമം എന്തായാലും അത്ര സമയം മിനിമം അതിനെക്കുറിച്ച് ആലോചിക്കാനും മറ്റു കാര്യങ്ങളും. ഈ മണി അടുത്ത പ്രൊജക്ട് ഇപ്പൊ ഇതിലേക്ക് തന്നെ നിന്നിട്ട് കുറെ വർഷമായി, നമ്മൾ രണ്ടുപേരും നിന്നിട്ട് കുറെ നാളുകളായി. രണ്ടുപേരും 2-3 പരിപാടികൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റീപ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ലൊക്കേഷൻ രണ്ട് സിനിമയുടെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒരു പടത്തിന്റെ ലൊക്കേഷൻ നോക്കാൻ വേണ്ടി പോണം പോകും. എമ്പുരാൻ അങ്ങ് വിരിഞ്ഞു. മാർച്ച് 27 ഷൂട്ട് കഴിഞ്ഞോടുകൂടി മണി ലൊക്കേഷൻ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഞങ്ങൾ അങ്ങനെയാ, മണി ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്നത്, അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നു. പക്ഷെ ഇതൊന്ന് ഇറങ്ങിയിട്ട് ആ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ, വെയിറ്റിംഗ്. വേറെ ഫിൻലാൻഡ് ചേഞ്ച് ആയത് ഭയങ്കര സന്തോഷം തോന്നിയത്. അല്ലെങ്കിൽ റിലീസിന് ഉണ്ടാകില്ലായിരുന്നു അല്ലെ. ഇനി നിങ്ങൾ തമ്മിൽ ഇനി അടുത്ത കൂട്ടിയുടെ എമ്പുരാനിലേക്കുള്ള വേറെ സിനിമയിലേക്ക് ഉണ്ടാവും? അതല്ലേ, അടുത്ത് ഒരെണ്ണം വേറെ ഇന്റർവ്യൂ തരാം. അടുത്ത ഒരെണ്ണം ഉണ്ട്. 2-3 പരിപാടികൾ പ്ലാനുണ്ട്. എനിക്കൊരു ഡയറക്ടർ പ്ലാനുണ്ട്, ഇവിടെയുണ്ട്, തെലുങ്കിലുണ്ട്. അതിന്റെ കൂട്ടത്തിൽ അല്ലാതെ സിനിമാറ്റോഗ്രാഫി പ്ലാൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പണി തുടങ്ങുക. അല്ല, ഇവിടെ ഞങ്ങൾ തമ്മിലുള്ള ഇതെന്ന് പറയുന്നത് മണി ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ എൻ്റെ വീട്ടിലാണ് താമസിക്കാറ്, ഫ്ലാറ്റിലാണ് താമസിക്കാറ്. അപ്പൊ അങ്ങനെ അപ്പൊ അതിനകത്തൊരു ഇതൊന്നുമില്ല. ഇന്ന് സിനിമ കണ്ടു കഴിഞ്ഞപ്പോ, ആദ്യത്തെ ഷോ കണ്ടു കഴിഞ്ഞപ്പം ആദ്യം വിളിച്ചതാരാണ്? പിന്നെ എങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത ഒരു ഓർമ്മയിലുണ്ട്? കുറേ അധികം കോൾ വന്നിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പൃഥ്വിനെയൊക്കെ കണ്ടിരുന്നോ? സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ? ഇല്ല, പൃഥ്വി ഈ ഇന്നലെ രാത്രി, എനിക്ക് തോന്നുന്നു ഇന്നലെ രാത്രി ഒരു 11 മണിയായി അവിടെ കഴിഞ്ഞപ്പോ, ജയിലിൽ കഴിഞ്ഞപ്പോ 10 മണിയായി. എന്ന് തുടങ്ങിയാന്നറിയാം. അതെ ഭയങ്കര ടയർഡായിരുന്നു രണ്ടുപേരും. എത്ര ദിവസം മുമ്പ് തുടങ്ങിയതാ, ഓട്ടത്തോടോട്ടമാണ്. എനിക്കറിയാം എത്ര എപ്പോ വന്ന് കിടക്കുന്നു, എപ്പോ പോകുന്നു എന്നുള്ളത്. നമ്മളവിടെ ഞാനൊക്കെ ഹൈദരാബാദിലുണ്ടായിരുന്നപ്പോൾ സ്റ്റുഡിയോയിലേക്ക് വരാൻ സമയം കിട്ടിയിട്ടില്ല. ഒരു സംവിധായകന് ആ സ്റ്റുഡിയോയിൽ വന്നൊരു ഷോട്ട് കാണാൻ സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്ര തിരക്കിലായിരുന്നു ഈ പ്രൊമോഷൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ചിട്ട് കാര്യം പറയാം, അപ്പം കൺഗ്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു സത്യം, ഞാൻ എന്തായാലും ഒന്ന് കിടക്കും, എനിക്ക് വയ്യ, ടയേർഡാണ്, എനിക്ക് കിടക്കുക എന്ന് പറഞ്ഞിട്ട് പോയി. അത് തീർച്ചയായിട്ടും എത്ര ദിവസത്തെ യാത്ര. ലാൽ സാറ് ഈ രണ്ടുപേരുടെ ഒരു യാത്ര, ഒരു സിനിമയ്ക്ക് വേണ്ടി
ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യൻ ചരിത്രത്തിൽ ഇങ്ങനെ രണ്ടുപേര് പോയി പ്രൊമോഷൻ ചെയ്ത വേറെ സിനിമയിലാണ്. അത്ര ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇത്രയും സ്ഥലങ്ങളിലൂടെ അതെല്ലാം നല്ല രീതിക്ക് എൻജോയ് ചെയ്തുള്ള പ്രൊമോഷൻ. ഒരു അതാണ് പറഞ്ഞത്. അതൊരു ആ സിനിമയ്ക്ക് വേണ്ടി അത് ഒന്ന് ഇത് മുടങ്ങി പോകുന്നു, പിന്നെ പെട്ടെന്ന് അയ്യോ അത് ഭയങ്കരമായിട്ട് അവർ എൻജോയ് ചെയ്തിട്ട് എല്ലാം മനസ്സിൽ ഒതുക്കി വെച്ചുകൊണ്ടാണ് അവര് ഫ്രെയിമിലിരിക്കുന്നത്, ഇരുന്നുകൊണ്ടിരിക്കുക. അപ്പോഴും ഓരോ ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഗോപാലൻ ചേട്ടൻ്റെ ഒരു വരവ് അല്ലെ മലയാള സിനിമയ്ക്ക് വലിയൊരു നേട്ടമായി കഴിയും അല്ലെ? ഉറപ്പായിട്ടും ഗോപാലൻ ചേട്ടൻ അതൊരു ഗോഡ് പ്രസൻസ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലാണ്. അതൊരു നമ്മൾ ഭയങ്കര പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ അത് അറിയുന്നു, ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നറിയുന്നു. ഇനി എന്ത് നമ്മളെ ഇതിനകത്ത് ചോദിക്കുമ്പോൾ ഇനി ആര് കേരളത്തിനെ രക്ഷിക്കാൻ ഇനി ആര് ചോദിക്കുന്നത് പോലെയാണ് ഇവിടെ എല്ലെന്ന് പറയുന്ന ജി എന്നെണ്ണം എന്ത് ചോദിച്ചാലും തരാൻ മടിയില്ലാത്ത ആന്റണി പെരുമ്പാവൂർ. ഉറപ്പായിട്ടും അത് 100% പറയേണ്ട കാര്യമാണ്, 100% പറയേണ്ട കാര്യമാണ്. ഞങ്ങൾ ഈ സിനിമയെ സിനിമ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാന്ന് പറഞ്ഞത് ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റേ പ്രകടനങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവണം. ഞങ്ങൾ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നു കഴിഞ്ഞാൽ അതിനകത്ത് മേ ബി ഞങ്ങൾക്കും ചിലപ്പോൾ ഒരു കുഴപ്പമില്ല ഞാനങ്ങ് പറഞ്ഞാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ ഞങ്ങളത് ചെയ്യാറില്ല. അനുചേട്ടൻ ശരിക്കും ഒരു വെറും ഒരു പ്രൊഡ്യൂസറല്ല, അവൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡ്യൂസർ കൂടിയാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു വിഷൻ കാണാൻ പറ്റില്ല. അല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്യാറില്ല. ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യാം. പക്ഷേ നമ്മളുടെ ആ സമയത്ത് മിനിമലിസ്റ്റിക് എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള എക്സ്പെൻസ് ആണ്. ഇത് ഞാനിപ്പോൾ ഒരു തെലുങ്ക് സിനിമയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു 3 ഇരട്ടി സാധനങ്ങൾ വീണ്ടും നമുക്ക് വേണ്ടി വരും. കാരണം അവിടെ അവരുദ്ദേശിക്കുന്നത് അവരെ കാണാൻ ആഗ്രഹിക്കുന്നതും ആ തരത്തിലുള്ള വിഷ്വൽസ് ആയിരിക്കും. അപ്പോൾ അതിന് മലയാള സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ വേറെ മലയാള സിനിമ തെലുങ്ക് കൂടെ വ്യത്യാസം കണ്ടില്ലേ? അതെ. അപ്പം അതവർ കണ്ടു വളർന്ന ശീലത്തിന്റെ ഒരു വ്യത്യാസമാണ്. ഇപ്പൊ ഇതൊരു ഹോളിവുഡ് പടമാണെങ്കിൽ ഡെഫിനറ്റ്ലി വേറൊരു തരത്തിലല്ലേ വരുള്ളൂ, അതിന്റെ എല്ലാ കാര്യങ്ങളും വേറൊരു തരത്തില്. അതെ. പക്ഷേ ഇത് എല്ലാ സ്ഥലത്തും എത്തിച്ചോട്ടെ സിനിമ. അതാണ് ഈ ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനം. അങ്ങനെ ഇപ്പോ അങ്ങനെ എല്ലാ സ്ഥലത്തും ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഈ 66 ഷോയ്ക്ക് ഒരൊറ്റ ദിവസം എന്ന് പറയുന്നത് തന്നെ ഒരു മലയാളിക്ക് ബഹുമാനിക്കാൻ പറ്റുന്നതാണ്. ഈ ഇന്നൊക്കെ ഷോ എണ്ണം കൂടി കഴിഞ്ഞു. 7 ഷോയായി. മലയാളം ഇതുവരെ ചെന്നെത്തിപ്പെട്ടിട്ടില്ലാത്ത സ്ഥലത്തേക്ക് ഇത് വളരുന്നുണ്ട്. അതാണ് ഈ ഫിൻലാൻഡ്, ക്രൊയേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ റിലീസ് ചെയ്യുന്നത്. അതെ നമ്മൾ കേൾക്കാത്ത പലരും എന്നെ ഉൾപ്പെടെ വിളിച്ചു ചോദിക്കാറുണ്ട്, സാർ പാരീസിൽ എവിടെയാണ്, മെക്സിക്കോയിൽ എവിടെയാണ്. ഇപ്പൊ എന്റെ മോള് പഠിക്കുന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസ് എന്ന സ്ഥലത്താണ്. എപ്പോഴും വിളിച്ചു ചോദിക്കും ഈ ഫ്ലോറൻസിൽ എവിടെയെങ്കിലും ഉണ്ടോ. ഇപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് റോം, അതായത് ഫ്ലോറൻസിൽ നിന്ന് റോമ പോണം. ഒരു ടിക്കറ്റിന്റെ സിനിമ കാണേണ്ട പ്രൈസ് എത്രയാണെന്ന് അറിയാമോ? 5600 രൂപ. പക്ഷെ അതൊരു ക്രൈസാണ്. അവള് ജാനെ നമ്മൾ വിളിക്കാം, ജയ എന്ന പേര്. ഇടയ്ക്ക് നമ്മുടെ ലൊക്കേഷൻ നിൽക്കുക. അപ്പോൾ ക്യൂരിയസ് ആണ് ഇത് പഠിക്കാനൊക്കെ. ഏത് ഫിൽട്ടർ ആയിരുന്നു, എന്ത് ഫിൽട്ടർ ആയിരുന്നു, എന്താ സംഭവം, ഏത് ലൈറ്റ്, എങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ ചോദ്യം കഴിഞ്ഞപ്പോൾ നീ എന്നെ പണിയാൻ അനുവദിക്കൂ. പക്ഷെ എന്തായാലും ഒരു സിനിമ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. നമ്മള് ഇത്ര വർഷത്തെ ഒരു കാത്തിരിപ്പിന് ഒരു കുഞ്ഞുണ്ടായിരിക്കുന്നു അല്ലെ? ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ പ്രേക്ഷകരുടെ കയ്യിലേക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പ്രേക്ഷകർ കണ്ട് നല്ല അഭിപ്രായങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു പ്രേക്ഷകർ. അതാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.